ഇതിൻ്റെ എല്ലാ വർക്കും ഇവിടുന്ന് തന്നെ ചെയ്യുന്ന അല്ലേ? എല്ലാവർക്കും ഇവിടുന്ന് തന്നെ ചെയ്യുന്നത്. അതാണ്ടല്ലോ ഇത് ചെറിയ ചെറിയ എല്ലാം മൊത്തം ഇത് നമ്മുടെ ചൂരലാണ് അല്ലേ ചേട്ടാ? ചൂരല. പണി പഠിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. പണി പഠിക്കാൻ താല്പര്യമുള്ളവരില്ല നമ്മുടെ നാട്ടിലെ. ക്ഷമയില്ല. നിന്ന് പഠിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ചേട്ടൻ്റെ പേരെന്താ? ഗംഗാധരൻപിള്ള ചേട്ടൻ ഇവിടെ ഇപ്പൊ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഇത് ബോക്സ് ചെയർ അല്ലേ? മറ്റേ അകത്ത് കുഷ്യൻ ഇടുന്ന ടൈപ്പ് ഒക്കെ അല്ലേ? ഓക്കെ. ഈ ചൂരല് ഗ്യാസിൽ ഇത് സ്റ്റവ് ഇടുന്നത് ഇങ്ങനെ ചൂടാക്കിയിട്ട് വളയ്ക്കുന്ന അല്ലേ? ഓക്കെ. അത് നമുക്ക് ഏത് ഷേപ്പിൽ വേണേലും വളച്ചെടുക്കാം. കാരണം ഓരോ അളവിട്ടാണ് വളയ്ക്കുന്നത് ഓരോ സാധനങ്ങൾക്ക്. അപ്പൊ ആ അളവിൽ കൂടെ വളച്ചെടുക്കാം. ഓക്കെ. ചേട്ടൻ്റെ പേരെന്താ? റോയ്. ഇതാണ് നമ്മുടെ റോയ് ചേട്ടനാണ് ഈ കടയുടെ ഓണർ. എത്ര കൊല്ലമായി ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട്? 40 കൊല്ലം. ഓക്കെ. 40 കൊല്ലമായിട്ടുള്ള ഇവിടെ തന്നെയാണോ? 40 കൊല്ലമായിട്ട് ഇവിടെ തന്നെയാണല്ലേ? നമ്മുടെ ഇത് പ്ലാസ്റ്റിക് അല്ല കേട്ടോ. ഇത് ചൂരലിൻ്റെ തൊലി അല്ലേ? ചൂരലിൻ്റെ തൊലി ഉരിച്ചെടുത്തിട്ട് ഓക്കെ. അത് ചീവി എടുത്ത് വരുന്ന അല്ലേ? ഇപ്പോൾ ഒരുപാട് ആർക്കിടെക്ട്സും എഞ്ചിനീയർമാരൊക്കെ ഇങ്ങനെയുള്ളത് തപ്പി നടക്കും ഈ പ്ലാസ്റ്റിക് കെട്ടുന്നത്. അതെ അതെ. പഴയ അല്ല ഇപ്പോൾ ഒരുപാട് ആർക്കിടെക്ട്സിന്റെ ഒക്കെ ഡിസൈൻസിൽ ഇത് കയറി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഈസി ആയിട്ട് ചെയ്തു പോവാം. ഇവിടെ വന്നാൽ എന്തായാലും ഇതിനൊരു പരിഹാരമുണ്ട്. ഇത് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇതിപ്പോ കെട്ടുന്ന എവിടെയെങ്കിലും ഉണ്ടോന്നൊക്കെ. ഇപ്പോൾ വളരെ കുറവാണ് ഇത്, അങ്ങനെ കാണാനില്ല. കോട്ടയത്ത് 1-2 ഉള്ളെന്ന് തോന്നുന്നു അല്ലേ? ശരി ശരി. പഴയ കാലത്ത് ആൾക്കാർ പഠിച്ചിട്ടുള്ള ഇതിപ്പോൾ ഈ ഒരു കസേര കെട്ടിത്തീരണമെങ്കിൽ ഒരു ദിവസം കൊണ്ട് തീരുമോ? തീരില്ല. അപ്പോൾ ഈ കണ്ട ബിസിനസ് ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ചാൽ ഇത് കോട്ടയം ഗാന്ധി നഗറിൽ മെഡിക്കൽ കോളേജ് ടേൺ ചെയ്യുന്നതിൻ്റെ റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് മെയിൻ എറണാകുളം ഹൈവേ തന്നെയാണ് ഈ ലൊക്കേഷൻ ഉള്ളത്. ഇവിടെ റോയ് ചേട്ടനും അതുപോലെ തന്നെ റോയ് ചേട്ടൻ്റെ കൂടെയുള്ളവരും കൂടി നടത്തുന്ന ഒരു ബിസിനസ്സാണ് ഇത്. വളരെ വ്യത്യസ്തമായ നിലവിൽ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സാണ്. ചൂരൽ വടികൾ ഒറീസയിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ട് അത് ചൂട് കൊടുത്ത് വളച്ചെടുത്തിട്ട് ഒക്കെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് നിർമ്മിക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ പോരാനായിട്ട് നല്ല വെറൈറ്റിയുള്ള ഒരുപാട് മോഡലുകളും ഉണ്ട്. പഴയകാലത്തുണ്ടായിരുന്ന പ്ലാസ്റ്റിക് കെട്ട് കസേരകളും പ്ലാസ്റ്റിക് കട്ടിലുകളും ഒക്കെ റിപ്പയർ ചെയ്യാനുണ്ടെങ്കിലും പുതിയത് ഉണ്ടാക്കാനുണ്ടെങ്കിലും ഒക്കെ ഇവിടേക്ക് കൊണ്ടുവന്നാൽ മതി. ഞാൻ ഈ വീഡിയോയുടെ അടിയിലല്ലേ വീഡിയോക്കുള്ളിൽ റോയ് ചേട്ടൻ്റെ നമ്പർ കൊടുക്കാം. ആവശ്യമുള്ളവർ, അതുപോലെ തന്നെ ഇപ്പം പുതിയ ആർക്കിടെക്ട്സുകളൊക്കെ ഒരുപാട് ഈ ഒരു ഡിസൈനുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ റോയ് ചേട്ടനെ ബന്ധപ്പെടുക. താങ്ക് യു.